Hello friends, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റട്ടോ. ഞാൻ ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നില സ്കർബ്സിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഇമെയിൽ ഐഡിയിലേക്കോ നിങ്ങൾ എന്തായാലും അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ അയക്കുക. നമ്മളൊരു ഗിവ് അവേ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 10 അല്ലെങ്കിൽ ഒരു 15 ആൾക്ക് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് തൊട്ടിട്ട് നിങ്ങൾക്ക് അയച്ചു തുടങ്ങാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീക്ക് നമ്മളൊരു ബിഗ് സർപ്രൈസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എന്താന്ന് വെച്ചാല് അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു റിസൾട്ട് അതുപോലെ തന്നെ എഡിറ്റും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത, അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഹെയറിന്റെ ആണെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ, അതേപോലെ ലിപ്സിന്റെ ആണെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ, അതേപോലെ തന്നെ സ്കിന്നിന്റെ ആണെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ, ഈ പിക്ചേഴ്സും അതേപോലെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും നമുക്ക് അയക്കാം. അപ്പൊ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് അയക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ബിഗ് സർപ്രൈസ് നമുക്ക് നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകണ്ടെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ബാക്കിയുള്ള ഒരു ടെൻഷൻ ആവണ്ട, നിങ്ങൾക്കും വരുന്നുണ്ട്, നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വരുന്നുണ്ട് ഒരു ഗിവ് അവേ, ബെസ്റ്റ് ഗിവ് അവേ വരുന്നുണ്ട് കേട്ടോ. അതും നമ്മുടെ പ്രോഡക്റ്റിനാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റിന്റെ ആ ഒരു ഗിവ് അവേ ആണ്. കുറെ നാളായിട്ട് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൊറിയൻ സ്കിൻ കെയർ ചലഞ്ച് ആണ്. അപ്പൊ കുറെ നാളായിട്ട് കുറെ നാൾ മുൻപ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് അതിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊറിയൻ സ്കിൻ കെയർ ചലഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ വലിയൊരു ലോങ് ചലഞ്ച് ഒന്നല്ല, ജസ്റ്റ് ഒരു 7 ഡേയ്സ് നമ്മളൊരു ചലഞ്ച് ചെയ്യാണ്. അതായത് ഒരാഴ്ച അല്ലെങ്കിൽ 10 ഡേയ്സ് ചലഞ്ച്. നമുക്കറിയാം അവര് മെയിനായിട്ട് അവര് നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്ക് അവരുടെ ആ ഒരു സ്കിന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഡിഫറൻസ് ആണ്. അവരുടെ സ്കിൻ ടൈപ്പും നമ്മുടെ സ്കിൻ ടൈപ്പും ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു സ്കിൻ കെയർ നമുക്കൊന്ന് ഫോളോ ചെയ്യാം. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അതൊരു നമ്മൾ നാച്ചുറൽ ആയിട്ട് DIYs ആണ് നമ്മളിന്ന് കാണിക്കാൻ പോണത്. 10 സ്റ്റെപ്സ് ഉണ്ട് അവർക്ക്. പക്ഷെ നമുക്ക് 10 സ്റ്റെപ്സ് എന്നൊന്നും വേണ്ട. പക്ഷെ നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് നല്ലൊരു ഗ്ലോയിങ്, അതേപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ്, അതുപോലെ തന്നെ നല്ലൊരു സ്മൂത്ത് സ്കിന്ന് നമുക്ക് കിട്ടും. അത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കൊറിയൻകാരുടെ സ്കിൻ അങ്ങനെ തന്നെ നമുക്ക് മേടിക്കാന്നൊന്നല്ല. എന്താ വെച്ചാല് അവരുടെ സ്കിൻ കെയർ നമ്മളൊന്ന് ഫോളോ ചെയ്യണു. പക്ഷെ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. ക്ലിയർ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ട് അവരുടെ ആ ഒരു സ്കിൻ കെയർ വെച്ച് നോക്കുമ്പോൾ ക്ലിയർ ആവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ കുറെ പേര് ഹെയർ കെയർ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീക്ക് തുടങ്ങിയിട്ട് നമ്മൾ ഹെയർ കെയർ ചലഞ്ച് തുടങ്ങാണ്. അതും നമുക്ക് വേറൊരു ബിഗ് സർപ്രൈസും കൂടിയാണ്, ഒരുമിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ എന്തായാലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കുറെ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം ഹെയർ കെയർ ചലഞ്ചിന്. അപ്പൊ നമ്മൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് നമ്മൾ ഇത് കഴിഞ്ഞാൽ 7 ദിവസത്തെ ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വീക്ക് ഹെയർ കെയർ ചലഞ്ചാണ് കേട്ടോ. ഞാൻ അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യൂ, കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് രോഷിനി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഡേ 1 കൊറിയൻ സ്കിൻ കെയർ ചലഞ്ചിൽ അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആണ്. ഓയിൽ ക്ലെൻസിങ് പ്ലസ് ഫോമിങ് ക്ലെൻസിങ്, ഡബിൾ ക്ലെൻസിങ് ആണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഓയിൽ ക്ലെൻസിങ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മളൊരു ക്ലെൻസിങ് ബാം വീട്ടിൽ ചെയ്യാൻ പോവുകയാണ്, ഒരു 2-3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് 1 സ്പൂൺ ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ അത് നമുക്ക് ഡബിൾ ബോയിലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു ബൗൾ വെച്ചിട്ട് നമ്മൾ 1 സ്പൂൺ ആൽമണ്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഹണിയാണ്. അപ്പോൾ തേൻ നമുക്ക് നല്ലൊരു ക്ലെൻസറാണ്. നമുക്കറിയാം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് തേൻ. അപ്പോൾ അത് നമുക്ക് 1 സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലെൻസിങ് ബാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, മുകളിലത്തെ ലെയർ നല്ല സ്മൂത്തായിട്ട് അതേപോലെ നല്ല ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. അപ്പോൾ അതും നമ്മുടെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന ഇൻഗ്രീഡിയൻസുകളാണ് ഈ കാണുന്നത്. അത് നമുക്ക് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് ചൂടായിട്ട് അതൊരു ബാം കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് വരുത്തണം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ അലോവേര ജെല്ല് കൂടി വേണം. അതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഈ ക്ലെൻസിങ് ബാം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ പോഴ്സ് ഒന്നും ക്ലോഗ് ചെയ്യാതെ, നമുക്ക് പിമ്പിളൊന്നും വരുത്താതെ, നമ്മൾ ഫേസ് വാഷ് പൗഡർ ഇട്ട് വാഷ് ചെയ്യുന്നില്ല, അതിന് മുൻപ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. അതായത് ഓയിൽ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു സാധാരണ നമ്മുടെ നോർമൽ ക്ലെൻസിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അലോവേര ജെല്ല് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം, നമുക്ക് പുറത്ത് തന്നെ കേടാവാതെ. അതായത് നമുക്ക് രാവിലെയും വൈകുന്നേരം നമുക്ക് ഈ ഒരു ക്ലെൻസിങ് ചെയ്തിട്ട്, അതായത് ഈ ഒരു ക്ലെൻസിങ് ബാം യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് തുടച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഇടുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ ക്ലെൻസിങ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും അവർ ചെയ്യുന്നതാണ് ഈ ഒരു
ഫോമിങ് ഫേസ് വാഷ്, അതായത് നമുക്ക് നന്നായിട്ട് പതയുന്ന ഒരു ഫേസ് വാഷാണ് അവർ ഉപയോഗിക്കുക. അപ്പോൾ നമ്മളും ഇന്ന് പതയുന്ന ഒരു ഫേസ് വാഷാണ് നമ്മളും ഇന്ന് കാണാൻ പോകുന്നത്. അതായത് നമ്മുടെ ഫേസിൽ കുറേ പേർക്ക് ഓയിൽ ഇടുമ്പോൾ ശരിക്കും എണ്ണ പോവാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഉപകാരപ്രദമായിരിക്കും. കാരണം ഒരു ഫോമിങ് ഫേസ് വാഷ് നമ്മൾ കാണിക്കുന്നുണ്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത്. ചിലർക്ക് പത വരുന്ന ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചാലാണ് ഫേസ് കഴുകി എന്നൊരു എന്താ പറയുക ഒരു ഇഫക്റ്റ് കഴുകിയെന്ന് തോന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് തിക്ക് പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കും തോറും നമ്മൾ നന്നായിട്ട് കട്ടയായിട്ട് വരും. അപ്പോൾ ഞാനിതിൽ ഒരു പൊടി, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ ഒരു നുള്ള് നമ്മുടെ കൊക്കോ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനത് ഓപ്ഷണൽ ആയതുകൊണ്ട് കാണിക്കാഞ്ഞതാണ്. അത് അത്രയ്ക്ക് നിർബന്ധമില്ല. അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊരു ബേസിന് വേണ്ടി ഇട്ടതാണ്. പക്ഷെ എല്ലാവർക്കും അത് ഇടണമെന്നില്ല, ചിലർക്കത് സ്യൂട്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് എന്നാലും വരും. അപ്പോൾ നമുക്കിതൊരു ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റി വെച്ചാൽ ഡെയിലി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല റിസൾട്ടാണ് തോന്നുന്നത്. കാരണം ആദ്യം നമ്മൾ ഈ ഒരു ക്ലെൻസിങ് ബാം വെച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മൾ വൈപ്പ് ഓഫ് ചെയ്തെടുക്കുകയാണ്. അതായത് ഇതുപോലൊരു കൺസിസ്റ്റൻസിയാണ് വരിക. നല്ല സ്മൂത്തായിരിക്കും. അതേപോലെ തേനൊക്കെ നമ്മളിങ്ങനെ ഫേസിലിടുമ്പോൾ നല്ല സോഫ്റ്റ് ആവും, നല്ല സ്മൂത്തായിരിക്കും. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നന്നായിട്ട് ക്ലീൻ ആവും നമ്മുടെ ഓപ്പൺ പോഴ്സും. അതേപോലെ നമ്മുടെ എന്താ പറയുക ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇവരൊക്കെ നന്നായിട്ട് റിമൂവ് ആവാനും ഓപ്പൺ പോഴ്സ് നന്നായിട്ട് ക്ലീൻ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ക്ലെൻസിങ് ബാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുക ഫേസിൽ കംപ്ലീറ്റ്. അതിന് ശേഷം പതുക്കെ നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൂക്കും എല്ലാ ഭാഗത്തും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവും. അതേപോലെ നല്ല സ്മൂത്തായിട്ടിരിക്കും. നമ്മുടെ പാടുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്യുക, വൈപ്പ് ഓഫ് ചെയ്യുക, എത്രയേ ചെയ്യുന്നുള്ളൂ. നമ്മളിത് ഫേസിൽ വെക്കുക മറ്റൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മളൊരു നമ്മുടെ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കുന്ന പോലെ നന്നായിട്ട് അപ്ലൈ ചെയ്തു, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, നമ്മൾ വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ക്ലെൻസിങ് ബാം നല്ല റിസൾട്ടുള്ളതാണ്. നമുക്കിങ്ങനെ ഓയിലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു മെത്തേഡാണ് ക്ലെൻസിങ് ബാം. എന്താ പറയുക, നമുക്ക് എണ്ണമയമുള്ളവർക്ക് സ്കിന്നിന് വരെ ഇത് ഉപയോഗിക്കാം. എൻ്റെ സ്കിൻ ഓയിലിയാണ്, പക്ഷേ എനിക്ക് നല്ല റിസൾട്ടാണ് തോന്നിയത്. നമ്മുടെ സ്കിൻ നന്നായിട്ട് സപ്പിളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും നമ്മുടെ സ്കിന്നിന്. അത്രയും നമുക്കൊരു നല്ലൊരു എന്താ പറയുക സോഫ്റ്റ്നെസ്സും അതേപോലെ ആ ഒരു കൊറിയൻ സ്കിൻ കെയറിൻ്റെ പോലെ ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം, ഞാനൊരു ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫോമിങ് ഫേസ് വാഷാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഫോമിങ് ഫേസ് വാഷാണ്. അതിന് നമുക്ക് വേണ്ടത് ആദ്യം ഗോതമ്പ് പൊടിയാണ്. അതായത് നമുക്കൊരു സ്മൂത്ത്നെസ്സും നല്ല സോഫ്റ്റ്നെസ്സും തരാനായിട്ട് ഗോതമ്പ് പൊടിക്ക് സാധിക്കും, നല്ലൊരു സ്മൂത്ത്നെസ് ആയിട്ടിരിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് അതാണ്. പിന്നെ നമുക്ക് കടലപ്പൊടിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ എടുക്കാം. ഞാനിവിടെ ചെറുപയർ പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കടല പൗഡർ എടുക്കണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. ഡ്രൈ സ്കിന്നാണെങ്കിൽ ചെറുപയർ പൊടിയും, ഓയിലി സ്കിന്നാണെങ്കിൽ കടലപ്പൊടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കടല പൗഡറാണ്, ചെറുപയർ പൊടിയാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ആ ഒരു ഫോമിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സോപ്പ് പൗഡർ, അതായത് സോപ്പിനട്ട് പൗഡർ. അത് നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് പൗഡറായിട്ട് മേടിക്കാൻ കിട്ടും. സോപ്പിനട്ട് പൊടി, അതായത് സോപ്പ് കായപ്പൊടി. അത് നമുക്ക് അത്യാവശ്യം നമ്മുടെ ആ ഒരു പതയ്ക്കനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. നമുക്ക് എത്രത്തോളം പത വരുന്നുണ്ടെന്നനുസരിച്ചിട്ട് ഇത് മൂന്നും കൂടിയിട്ട് നമ്മളൊരു പൗഡർ ഫോമിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഉപയോഗിക്കാം. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കുഴപ്പം, നമ്മുടെ കണ്ണിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ കണ്ണ് നല്ല പരുവായിരിക്കും, അതായത് റെഡ് കളറാവും. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടർ എടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ വെള്ളം എടുത്താലും മതി കേട്ടോ, റോസ് വാട്ടർ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ചും കൂടി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റോസ് വാട്ടർ എടുത്തതാണ്. നമ്മളിത് മൂന്നും കൂടിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പൗഡേഴ്സാണ് നമ്മുടെ ഫേസ് വാഷിന് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ പൗഡേഴ്സും ഈ ഒരു സോപ്പ് പൗഡറും കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ സോപ്പ് പൗഡർ കുറച്ച് കൂടുതൽ വേണ്ടി വരും, നന്നായിട്ട് പത വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ സോപ്പ് പൗഡർ ഇടാറില്ല, നമ്മുടെ ഫേസ് വാഷ് പൗഡറിലൊന്നും ഇല്ല. കാരണം നമ്മുടെ ഫേസ് വാഷ് പൗഡർ 5 വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് കണ്ണിൽ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് പ്രശ്നമല്ല, പക്ഷേ സോപ്പ് കണ്ണിൽ പോയതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇത് കണ്ണിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കണ്ണിലൊന്നും ആവാതെ ഉപയോഗിക്കണം. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പത വരുന്നത്. അപ്പോൾ ചിലവർക്ക് ഈ അതായത് ഈ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് പതഞ്ഞ് പോകുമ്പോഴാണ് അവർക്ക് ആ ഒരു ഓയിൽനെസ്സൊക്കെ നന്നായിട്ട് മാറുന്നത്.
അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനും എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം ഇത് പത വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കൈ ഒന്ന് നനച്ചു കൊടുക്കണം. അതിന് ശേഷം അല്ലെങ്കിൽ കയ്യോ അല്ലെങ്കിൽ ഫേസ് ആണെങ്കിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കുറേശ്ശെ എടുത്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം. ഇത് നമ്മളൊരു ഫോമിങ് ഫേസ് വാഷ് നല്ല പതയായിട്ട് വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇത് കട്ടയാക്കാതെ നല്ല പതയാക്കി എടുക്കണം. അപ്പോൾ കണ്ടില്ലേ കൈ പതഞ്ഞ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പത നമുക്ക് വരും. പക്ഷേ ഇത് കണ്ണിലായി കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കണ്ണിൽ പോയിട്ടോ ആ സമയത്ത് ഞാൻ ശരിക്കും ഇങ്ങനെ പെട്ടെന്ന് വാഷ് ചെയ്തപ്പോഴേ എനിക്ക് അത് അപ്ലൈ ചെയ്ത സമയത്ത് കണ്ണിൽ പോയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കണ്ണ് കംപ്ലീറ്റ് ചോന്നു. അപ്പോൾ കണ്ണിൽ പോവരുത്. പിന്നെ പ്രത്യേകിച്ച് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ണിൽ പോകുമ്പോൾ അത് അപകടമായിട്ടല്ല, പക്ഷെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാവും. കണ്ണിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണിലിങ്ങനെ കുത്തണ പോലെ തോന്നും. ഭയങ്കര നീറ്റലും എരിച്ചിലും പുകച്ചിലേക്ക് ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ സാധാരണ ഇത് ഉപയോഗിക്കുന്നതാണ് നമ്മളിങ്ങനത്തെ ഫേസ് വാഷ് ചെയ്യാനും ഹെഡ് വാഷ് ചെയ്യാനും തല വാഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും നല്ല പത ഫോമിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫേസിൽ ഈ ഒരു ക്ലെൻസിങ് ബാം തേച്ച് പിടിപ്പിച്ച് നമ്മൾ വൈപ്പ് ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് രണ്ടാമത്തെ ക്ലെൻസിങ് ആണ് ഈ ഒരു ഫോമിങ് ഫേസ് വാഷ് ക്ലെൻസിങ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് എന്താ പറയുക ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല രീതിയിൽ നമ്മുടെ ഫേസ് ക്ലീൻ ആവും. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഇത് ഈ ഒരു ഫേസ് വാഷ് ഫോമിങ് ഫേസ് വാഷ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്പോൾ ഞാനിങ്ങനെ വെള്ളം മുഖത്തൊഴിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് കഴിഞ്ഞിട്ട് പോകണ്ടല്ലോ വെച്ചിട്ട് മുഖത്തൊഴിച്ചു. അപ്പോൾ അങ്ങനെ നെറ്റിയിൽ നേരെ കണ്ണിലേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാനിങ്ങനെ നേരെ നിന്നിട്ട് ഫേസ് വാഷ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി കാണാൻ വേണ്ടിയിട്ട്. ഇത് കുനിഞ്ഞ് നിങ്ങൾ നമുക്ക് കണ്ണിലേക്ക് വരില്ലായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം സോപ്പിനിട്ട് പൗഡർ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഫേസ് ക്ലീൻ ആവട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ കൊറിയൻ സ്കിൻ കെയറിലത്തെ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഒരു 5-6 ദിവസമായിട്ട് ഈ ക്ലെൻസിങ് ബാം ഉപയോഗിക്കുന്നത് ബെസ്റ്റ് റിസൾട്ടാണ്. നിങ്ങൾ എന്തായാലും ഈ ക്ലെൻസിങ് ബാം ഉപയോഗിച്ച് അതുപോലെ തന്നെ സെക്കൻഡ് ഫേസ് വാഷ് ചെയ്തിട്ട് നിങ്ങൾ ഒരു നേരം പറ്റുവെച്ച് 2 നേരം ഇല്ലെങ്കിൽ 1 നേരം ഉപയോഗിച്ച് നോക്കുക. നല്ല സൂപ്പർ റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.